അവിടെ കുട്ടികളെ ഡ്രഗ്സ് എങ്ങനെ പിടികൂടുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് തടയാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിപാടിയാണ്. മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ നമ്മൾ ഭരണകൂടം വിചാരിച്ചാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ഇച്ഛാശക്തിയുള്ള ഭരണകൂടം വിചാരിച്ചാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് തലമുറകളെ രക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതൊന്ന് ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് സാർ. ഞാൻ എല്ലാ ഗുണ്ടകളെ അകത്താക്കി. ഹിസ്റ്ററി ഷീറ്റേഴ്സ്, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, ഇതിനെല്ലാം പോലീസ് സ്റ്റേഷനിൽ അവരുടെ ലിസ്റ്റുണ്ടേ, ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ KD ഗുണ്ടായൊക്കെ ഉള്ളത് യവന്മാരൊക്കെ ജാമ്യം പോലും എടുക്കാതെ ഇങ്ങനെ നടക്കുക. അന്ന് വക്കീലന്മാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇഷ്ടം പോലെ കാശ് കിട്ടി വക്കീലന്മാർക്ക്. കാരണം ജാമ്യം എടുക്കുന്ന ആളുകളുടെ തിരക്ക്. യവന്മാർ ഈ ജാമ്യം എടുക്കാത്തവരെ മുഴുവൻ പിടിക്കാൻ പറഞ്ഞു. ഈ ജാമ്യമൊന്നും എടുക്കാതെ കേസിൽപ്പെട്ട പ്രതികളിങ്ങനെ നടക്കല്ലേ, എല്ലാവരും പിടിച്ചു. അപ്പോൾ പോയി ജാമ്യം എടുക്കാൻ തുടങ്ങി. പിന്നെ വലിയ വലിയ ഗുണ്ടകൾ അവരെയൊക്കെ അകത്താക്കി സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്തു. ഇതിൻ്റെ എല്ലാം വെർഷൻ 2 കൊണ്ടുവരേണ്ടി വരുമോ എന്ന് തോന്നുന്നു പറഞ്ഞു വരുമ്പോൾ. ബിക്കോസ് അത് ജനങ്ങൾക്ക് വേണ്ടത് എന്താ, സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും. അതാണ് പ്രാഥമികമായി ഒരു ഗവൺമെൻറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ രാത്രി 10 മണിക്കത്തെ ന്യൂസ്, 10:30 FIR മറ്റേതൊക്കെ നോക്കി ഇത്രയും കേരളത്തിൽ ഇത്രയും അക്രമങ്ങൾ, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ അല്ലേ അഴിഞ്ഞടന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറയുണ്ടായി ഒരു അന്ധവിശ്വാസത്തെ ഒരു ആക്ടിന്റെ. അതെ, നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ വളർന്നു വരുന്നു, അനാചാരങ്ങൾ വളർന്നു വരുന്നു. പാവപ്പെട്ട ആളുകളുടെ വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ മുതലെടുത്തുകൊണ്ട് ചില പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക്, ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷെ നിയമം കൊണ്ടുവന്ന വലിയ എതിർപ്പുകൾ വന്നു. കാരണം ഈ മഹാരാഷ്ട്രയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം നല്ല നിയമമാണ്. ആ നിയമത്തിനെ ചുവട് പിടിച്ചാണ് കേരളത്തിലൊരു നിയമം കൊണ്ടുവന്ന് നോക്കിയത്. പക്ഷേ എതിർപ്പ് വന്നു ഒത്തിരി. കാരണം ഈ ജ്യോത്സ്യന്മാർ, മറ്റുള്ളവർ, പണ്ഡിതന്മാർ, ഇങ്ങനെയൊക്കെ. പക്ഷെ അവരൊന്നും നമ്മൾ ഉദ്ദേശിച്ചില്ല. അതിൽ കൂടി നമ്മൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്? നമ്മൾ ഉദ്ദേശിച്ചത് ഈ ആളുകളെ കളിപ്പിക്കുന്ന ഈ ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് ആളുകളെ പണം വാങ്ങുക, കംപ്ലീറ്റ്ലി അതും തടയണം. അതെ അതെ. നമ്മുടെ പത്തനംതിട്ട കേട്ടില്ലായിരുന്നു, ഒരാൾ ശവശരീരം തന്നെ വെട്ടിമുറിച്ച് തിന്നതുമൊക്കെ. അപ്പം ഇത്തരം നമ്മൾ അറിയുന്നതിനേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയുള്ള നിയമമില്ലായിരുന്നു. ആ മഹാരാഷ്ട്ര മോഡലിലെ നിയമമാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുപോലെ ഹർത്താൽ നിരോധനം ബില്ല് കൊണ്ടുവന്നു അന്ന്. അത് പിന്നെ സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് സമയമില്ലാതെ പോയി പാസ്സാക്കാൻ. പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ UDF സർക്കാർ, UDF നിങ്ങൾ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ഈ ഒരു 5 വർഷത്തിൽ ഒരു ഹർത്താൽ പോലും നടന്നിട്ടില്ല എന്നുള്ളത് അത് ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ്. അല്ലെങ്കിൽ കേരളം ആരെങ്കിലും ടൂറിസ്റ്റുകൾ വന്നാൽ പോലും ഇന്ന് ഹർത്താൽ എന്താ ചെയ്യും, നമ്മളെ ദിവസം അതാണ് കണ്ടത്. നമ്മൾ ഹർത്താൽ നിരോധന നിയമം വരുന്നത് നമ്മൾ 7 ദിവസത്തിന് മുമ്പ് അപേക്ഷ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള നല്ല പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇത്രയെല്ലാം പറയുന്നു, ഇൻഎഫിഷ്യൻസി ലാക്ക് എല്ലാം പറയുന്നുണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും. ഈ 10 വർഷക്കാലം ഇവർ നിന്നതിൽ സാറിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ, ഇവർ ചെയ്തതിൽ നല്ലത് എന്ന് തോന്നിയ ഒരു കാര്യം? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആരംഭിച്ചതാണ് വിഴിഞ്ഞം പദ്ധതി. ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. 4000 കോടിയായിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റ്. അദ്ദേഹം 6000 കോടി രൂപയുടെ അഴിമതിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി. അത് ആരോപണം ഉന്നയിച്ചെങ്കിലും പിണറായി മുഖ്യമന്ത്രിയായി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം നിർത്തിയില്ല, അത് തുടരാൻ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, പക്ഷെ അത് തുടരാൻ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. അങ്ങനെയാണല്ലോ വിഴിഞ്ഞ യാഥാർത്ഥ്യമായി. നിങ്ങളെല്ലാവരും പേഴ്സണലി ഓപ്പോസിറ്റ് പാർട്ടീസ് ആണെങ്കിൽ നിങ്ങളെല്ലാവരും തമ്മിൽ പേഴ്സണലി ഒരു ബന്ധം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം പിണറായി വിജയൻ സാറായിട്ടാണെങ്കിലും ബാക്കിയുള്ള മന്ത്രിമാരായിട്ടാണെങ്കിലും അതെല്ലാം എങ്ങനെയാണ് നിങ്ങൾ മീൻസ് എല്ലാവരും വിചാരിക്കുമല്ലോ UDF ആണ് LDF ആണ് ശത്രുക്കളല്ല, നിങ്ങളല്ലാതെ നമ്മളുടെ ഇവിടെ നാട്ടിൽ മാത്രമാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് വരെ കണ്ടിട്ടുണ്ടാകുന്ന വേറെ ഒരു സ്റ്റേറ്റിലും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മുടെ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഒരു മെച്യൂർഡ് ഡെമോക്രസി ആയിട്ട് ഇത് മാറണം. അഭിപ്രായ വ്യത്യാസം എന്താ, ആശയങ്ങളിലാണ്, നടപടികളിലാണ്, അല്ലേ, ഇഷ്യൂസിലാണ്. അല്ലാണ്ട് വ്യക്തിപരമായി ഇപ്പം നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഭരണപക്ഷത്തൊരു നേതാവുമായിട്ട് തല്ലുകൂടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി, അതൊക്കെ ഇതിനകത്തുള്ളതല്ലേ. അല്ലാണ്ട് നമ്മൾ ശത്രുവിനെ കാണുന്ന പോലെ കാണേണ്ട കാര്യമൊന്നുമില്ല.
ഞങ്ങൾക്ക് രസകരമായിട്ട് അറിയാൻ കൗതുകമുള്ള ഒരു കാര്യമാണ് 1986 സാർ ആദ്യമായി MLA ആവുന്നത് 82 ആ സമയത്ത് ഒരു MLAയുടെ സാലറി എത്രയായിരുന്നു? വളരെ കുറവാണ്, 25,000-26,000 രൂപ അല്ലേ? അങ്ങനെ. ഞാൻ MLA എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു പ്രിവിലേജ് ഒക്കെ ചിന്തിക്കുമല്ലോ എല്ലാവർക്കും. അവർക്ക് കുറെ സാറിന് എന്താ തോന്നുന്നത് ശരിക്കും നിങ്ങൾക്കുള്ള പ്രിവിലേജ്? ഇപ്പം 50,000 രൂപയുള്ളൂ സാലറി. ഇപ്പം 50,000 രൂപയുള്ളോ? പിന്നെ അലവൻസ്, മീറ്റിങ്ങിനൊക്കെ പോയാൽ അലവൻസ് കിട്ടും. അതെല്ലാം കൂടി ചേർത്ത് ചിലപ്പം 10, 50, 60 വരും, 60, 70 വരും. അപ്പൊ ഇത്ര വർഷമായിട്ട് നിങ്ങൾക്ക് ഇൻക്രിമെന്റും കാര്യങ്ങളും ഒന്നും അതാണ് ആള് ധരിക്കുന്നത്. ഭയങ്കര MLA എന്ന് വെച്ചാൽ ഭയങ്കര ആൾക്ക് അറിയില്ല അതൊന്നും. ഓ അതാ ഞാൻ ചോദിച്ചത്. 82-ൽ 25,000 ആണെങ്കിൽ ഇന്ന് 50,000 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മ. അപ്പൊ അതേപോലെ തന്നെ നമുക്കുള്ള ഒരു പ്രിവിലേജസ് എന്താ, ഒരു MLA എന്ന നിലയിൽ അന്ന് അംബാസിഡർകാരായിരുന്നിരിക്കും അല്ലേ? അതെ അന്ന് അംബാസിഡർ കാറൊന്നുമില്ല, അത് നമ്മൾ തന്നെ നമ്മുടെ കാറ്. നമ്മള് കാറ് വാങ്ങിക്കാൻ ലോൺ തരും, വീട് വെക്കാൻ ലോൺ തരും. ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഉള്ളത് ബസ് ഫ്രീ ആണ്, ബസ് യാത്ര KSRTC. ഓക്കെ, അത് നമ്മൾ എന്താ പറയണേ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കുള്ള അലവൻസുകൾ പോലെയാണോ? അത് ഫ്രീ ആണ്, KSRTC ബസ്. ഓക്കെ. പിന്നെ റെയിൽവേ കൂപ്പൺ തരും MLA. ഓക്കെ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്ക് MP ആയിരുന്നുകൊണ്ട് എക്സ്-MPസിന് ട്രെയിനിങ് ഫ്രീ ആണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറും കരുണാകരൻ സാറും തമ്മിലുള്ള ഒരു ബന്ധം മകനെ പോലെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? കരുണാകരൻ എന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ KSU കാലം മുതൽ അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് എനിക്ക് സീറ്റ് തരുന്നത്, ഹരിപ്പാട് MLA സീറ്റ്. ഞാൻ മാവേലിക്കര അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലായിരുന്നു, ഞങ്ങളെ ചെന്നിത്തല. പക്ഷെ ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അദ്ദേഹം പറഞ്ഞത് വേണ്ട, ഹരിപ്പാട് നിന്നാൽ മതി, അത് ജയിക്കാനുള്ള പോകുന്നു. ഞാനാണ് ആദ്യത്തെ ഹരിപ്പാട് MLA കോൺഗ്രസ്. അതിന് മുമ്പൊക്കെ CBC വാര് 5 തവണ ജയിച്ചിട്ടുണ്ട്. അതിനു മുമ്പും CPMൻ്റെ MLA-മാരാണ് ജയിച്ചിട്ടുള്ളത്. 1957 ഇലക്ഷനിൽ ഒരു സ്വതന്ത്രൻ, CPM സ്വതന്ത്രനാണ് അവിടെ ജയിച്ചത്. അപ്പോൾ ആദ്യത്തെ കോൺഗ്രസ് MLA ഞാനാണ്. അപ്പം എന്നെ അവിടെ മത്സരിക്കാൻ ലീഡർക്ക് ഞാൻ ജയിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നാട്ടുകാർ പറഞ്ഞത് ചുമ്മാ നിർത്താൻ വേണ്ടി നിർത്തിയതാണെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. അത് PG തമ്പി, ശ്രീകുമാരൻ തമ്പിയുടെ ബ്രദർ PG തമ്പി ഉണ്ടായിരുന്നു. PG തമ്പി എന്ന അഡ്വക്കേറ്റ്, നല്ല ലീഡിങ് അഡ്വക്കേറ്റായിരുന്നു ആലപ്പുഴ. അദ്ദേഹമാണ് നിന്ന്. നമ്മൾ ഇത്ര എല്ലാം പറയാൻ നേരത്തും എല്ലാവരും അടുത്തത് അറിയാൻ പോകുന്നത് കേരളത്തിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും. ഞാൻ ഇത്ര എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴും, അതായത് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ ഇടയായൊരു കാര്യം, നിങ്ങളെല്ലാവരും ഈ അടുത്തുള്ള ഇൻ്റർവ്യൂസിലെല്ലാം വരുമ്പോൾ, സാറാണെങ്കിലും VD സതീശൻ സാറാണെങ്കിലും എല്ലാവരും വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഉറപ്പുണ്ട്, അടുത്തത് ഞങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് ഭരണത്തിലേക്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? നിങ്ങൾക്കൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടോ കയ്യിൽ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് നാളെ നമ്മൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? ഈ കേരളത്തെ കഴിഞ്ഞ 10 വർഷം ഒരു ലോങ് പീരീഡാണ്. വാസ്തവത്തിൽ ശ്രീ പിണറായി വിജയന് കിട്ടിയൊരു നല്ല 10 വർഷം. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആകെയുള്ള ഒരു വിലയിരുത്തൽ. ഞങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവും. നാളെ കേരളം എങ്ങനെയാകണം, കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെല്ലാം മാറ്റം ഉണ്ടാകണം, എങ്ങനെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതി എങ്ങനെ കൈവരിക്കാം, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എങ്ങനെ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ചെകുത്താൻ നാടായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അജണ്ട, ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്.